Watch full episodes on Jio Hotstar. സ്റ്റേഷനിലും സോംബീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. വാ, നമുക്ക് മിണ്ടാതെ ഇവിടുന്ന് രക്ഷപ്പെടാം. അയ്യോ, പെട്ടെന്ന് വന്ന് വിളിക്ക്. ചേട്ടാ, വളരെ നന്ദിയുണ്ട് ചേട്ടാ. ചിക്കൻ കബാബ്, ചിക്കൻ തന്തൂരി. കമൽപൂരിലേക്ക് പോകുന്ന അടുത്ത ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഇപ്പൊ എന്താ ചെയ്യാ? ട്രെയിൻ ഇപ്പൊ പുറപ്പെടുമല്ലോ. അതിനേക്കാളും മുമ്പ് നമുക്ക് ട്രെയിനിൽ കയറിയാ പറ്റൂ. നിക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. വരൂ ട്രെയിൻ മൂവായി. നിങ്ങൾ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടോളാൻ നോക്കുന്നത്? നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വരൂ, എന്തെങ്കിലും കഴിക്കൂ, എന്നിട്ട് നിങ്ങളെ സോംബിയാക്കി മാറ്റാം. ഞാൻ ഇപ്പൊ വന്നു. എന്റെ മോട്ടു ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ട്രെയിൻ മൂവായി, തിരിച്ചു വന്നേക്ക്. എന്താണാ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പോയി മോട്ടൂലെ പൊത്തല്ലേ പിടിക്ക്. നിങ്ങൾ ഓടി കുറെ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇന്നാ പിടിച്ചോ, ഇനി കുറച്ചു നേരം ഡാൻസ് ചെയ്യേ. നമുക്ക് ഒരുമിച്ച് ഇവിടെ ഡാൻസ് കളിക്കാം. എന്റെ അമ്മോ, മോട്ടു വേഗം വന്ന് ട്രെയിനിൽ കയറാൻ നോക്ക്. മോട്ടു വേഗം ഓടിവാ. മോട്ടു വേഗം ഓടിവാ. വേഗം ഓടിവാ മോട്ടു. മോട്ടു വേഗം വാ. വേഗം വേഗം വാ. വേഗം മോട്ടു, വേഗം എന്റെ കയ്യിലേക്ക് പിടിച്ചോ. വേഗം വേഗം പിടിച്ചോ. അയ്യോ, രക്ഷപ്പെട്ടടാ. താങ്ക് യു പത്ലു. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, സോംബീസ് എന്നെ പിടിക്കാൻ വരുന്നേ. വാ സ്റ്റേഷൻ മാസ്റ്റർ ചേട്ടാ, വേഗം വാ, വേഗം വാ. ഇങ്ങോട്ട് വരാൻ. ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ലെഗ് പീസ്, അതൊക്കെ അവിടെ ഉണ്ട്. പെട്ടെന്ന് പോ, എന്നാലേ കിട്ടൂ. പെട്ടെന്ന് പോ. ചെല്ല് ചെല്ല്. പോം സർ. മോട്ടു വേഗം. മോട്ടു ഇങ്ങോട്ട് വാ. അല്ല, ഇയാൾക്ക് എന്താ സംഭവിച്ചത്? എന്തിനാ സ്റ്റേഷൻ മാസ്റ്റർ ഇങ്ങനെ കടന്ന് കറങ്ങുന്നത്? മമ്മി രക്ഷിക്കണേ. അയാളെ പിടിച്ചു പോക്ക്. എന്നിട്ട് സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ചിക്കൻ കബാബ് എന്തോന്ന് പൊളിച്ചെടുത്തല്ലോ? വേണ്ട, ഈ മോട്ടു സോംബിനെ ട്രെയിനകത്ത് കയറ്റിയിരിക്കാണ്. എന്റെ കൈ വിടണ മോട്ടു. നീ വേണിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്? എന്റെ കൈ കീറിയണവൻ. ഞാനിപ്പോ സോംബിയായി മാറാൻ പോണട്ടാ. ഞാൻ സോംബിയായി മാറിയതിനു ശേഷം ഈ മോട്ടുനെയാണ് കടിക്കുക. ചിക്കൻ കബാബ്.
മോട്ടു പത്ലു വരൂ, എന്തെങ്കിലും കഴിക്കൂ, എന്നിട്ട് സോംബിയായി മാറൂ. ട്രെയിൻ കമൽപൂരിൽ എത്തുന്ന മുമ്പ് തന്നെ മോട്ടുവിനെ പത്ലുവിനെ സോംബിയാക്കി മാറ്റണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മോട്ടു പത്ലുവിനെ പിടിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്ന്. മോട്ടു പത്ലു ശരിക്കും ശക്തിമാരാണ്, ബുദ്ധിശാലികളുമാണ്. അവര് രണ്ടുപേരും നിങ്ങളെ തുണി അലക്കുന്നത് പോലെ അലക്കിയല്ലോ. ഇങ്ങനെ ഇങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ ലീഡർ, ശരിയല്ലേ? എന്റെ അമ്മ സ്വാമി വരുന്നുണ്ട്, ഓടിക്കാം. ഇനിയിപ്പൊ ഇയാള് നമ്മളെ തിന്നല്ലോ. എന്റെ മേലെ പല്ല് കൊണ്ടാൽ എനിക്ക് വേദനിക്കും. പല്ലെന്ന് വെച്ചാൽ എനിക്ക് പേടിയാ. ഓടുന്ന ട്രെയിനാണെങ്കിൽ എന്താ, ഞാൻ എത്രയും പെട്ടെന്ന് ആന്റിഡോട്ട് റെഡിയാക്കാം. പൊളിച്ചിട്ടല്ലോ, അവന്റെ നഖം എന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനും സോംബിയായി മാറുണ്ടാ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? മോട്ടോ, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ഗസീറ്റാറാമേ, ഡോക്ടർ ജഡ്ക ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ആന്റിഡോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒന്നും സംഭവിക്കില്ല. അല്ല, ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല ഗസീട്ടാറാം. നീ ഞങ്ങളുടെ സുഹൃത്തല്ലേ? ഞങ്ങൾ എപ്പോഴും സുഹൃത്തുക്കളുടെ കൂടെ തന്നെയല്ലേ നിക്കണേ. നമ്മൾ ഒന്നിച്ച് നിൽക്കൂടാ. എന്തേ? അതെ, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തില് ഞാൻ ഇതുവരെ നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ടേ തന്നെയാ. ഞങ്ങളെ പ്രശ്നത്തിൽ കൊടുക്കുന്നത് നീ തന്നെയാണ്. അതിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതും നീ തന്നെയാണല്ലോ. എന്നോട് ക്ഷമിക്കണം നീ മോട്ടോ. ബ്രോ, ഒന്ന് കരച്ചിൽ നിർത്തുന്നേ. നോക്കിയേ, ഇപ്പൊ നിനക്ക് വേണ്ടി ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കാം സുഹൃത്തേ. അതെ, നീ ആന്റിഡോട്ട് റെഡി ചെയ്യണോ അതോ ഫലൂഡ ഉണ്ടാക്കണോ? ഇത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ? സംഭവിച്ചതെല്ലാം സംഭവിച്ചു. എന്റെ മോട്ടു, നീ വേഗം ആ നടുവിലുള്ള ഡോർ അടയ്ക്കാൻ നോക്ക്. ഇപ്പൊ ചെയ്യാം. കഥക് അടച്ചു. അടച്ചു. അയ്യോ, ഇതെന്താ? അയ്യോ, എല്ലാരും എത്തിപ്പോയല്ലോ. ഇപ്പൊ നമ്മുടെ കാര്യം എന്താവും? അതെ, നിന്റെ അവസ്ഥയും എന്റെ അവസ്ഥ പോലെ തന്നെ ആകട്ടാ. ഒന്ന് നല്ല വാക്ക് പറ എന്റെ ഗസീറ്റാറാം. ഈ കഥക് എങ്ങനെങ്കിലും അടച്ചേ പറ്റൂ. ഞാൻ തുറക്കില്ല. എന്ത് ചെയ്താലും ഈ കഥക് തുറക്കില്ല. നീ തിരിച്ചു പൊക്കോ. തിരിച്ചു പോകാനാ പറയണേ. എടാ പത്ലു, എന്തിനാടാ വിഷടിക്കാത്ത അതിഥികളെ പോലെ എല്ലാം കേറി വരുന്നേ? ഓഹോ, എടാ പത്ലു, ഓടിക്കടാ. അയ്യോ, ഞാൻ എന്റെ ബാഗ് അവിടെ വിട്ടിട്ട് വന്നല്ലോ. ബാഗൊക്കെ പിന്നെ എടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കാം. അയ്യോ, ഓടിക്കോ. പത്ലു, നിങ്ങൾ എങ്ങോട്ട് ഓടിയാലും ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കും. ഇനി ഓടാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെ സോംബിയാക്കാതെ വിടൂല. എന്റെ അമ്മോ, സോംബാല, മോട്ടു പത്ലൂണ് നിങ്ങളെക്കാൾ വിവരമുണ്ടല്ലോ. സമർത്ഥരാണവർ, ശക്തിമാരാണവർ, ബുദ്ധിശാലികളാണവർ. അവരെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അമ്മോ, സോറി 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 സോംബാല. അവർക്ക് വേഗത കൂടുതലുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാണോ? അവർക്ക് നിങ്ങളെക്കാൾ ബുദ്ധി ഉണ്ടെങ്കിൽ അതും എന്റെ തെറ്റാണോ? എന്നെ ഒന്ന് കേറ്റി വിട്. എന്റെ അമ്മോ, ഒന്ന് മിണ്ടാതിരിക്കണോ? മുന്നിലും സോംബീസ്, പുറകിലും സോംബീസ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ പത്രു, എന്തെങ്കിലും ഒന്ന് ആലോചിക്കടാ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. എന്റെ പിന്നിൽ വന്നോളൂ. വേണ്ട വേണ്ട മോട്ടു, വേണ്ട.
മോട്ടു, ശബ്ദം ഉണ്ടാക്കണ്ട. ചിക്കൻ ലോലിപോപ്പ്. രക്ഷപ്പെട്ടു. ബാഗ് എടുക്കണമെങ്കിൽ നമ്മളും ആ സോംബീസിന്റെ പുറകിൽ പോയേ പറ്റൂ. വരൂ, പോയി നോക്കാം. അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഞാൻ പോവാണ്. അയ്യോ സോംബി ചേട്ടാ, എന്നെ തിന്നല്ലേ, എന്നെ തിന്നല്ലേ, എന്നെ തിന്ന. എന്റെ മോട്ടു, ഞാൻ പത്ലു ആണ്. പത്ലു, വേഗം വാ. ഞാനുണ്ട്. ഡോക്ടർ ചട്ക സാറിന്റെ ബാഗ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സോംബീസിനെ കടന്നു പോയേ പറ്റൂ. പത്തിലും എന്തെങ്കിലും ആലോചിക്കടാ. ഐഡിയ ഫ്രണ്ട്സ്, ദേ അങ്ങോട്ട് നോക്ക്. ഈ ഒറ്റ ഒരുത്തൻ കാരണം നമ്മുടെ ഇപ്പൊ അവസ്ഥ കണ്ടിന്യേ. ഡോക്ടർ ചട്ക, നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് എടുക്കണ്ടേ? വാ. ഈ സോംബികളുടെ ശല്യം കാരണം തോറ്റു. ഇനി പ്രശ്നം ഉണ്ടാവില്ല. പൊളിച്ചെടുത്തല്ലോ മീന്, ഉണക്ക മീന്. സീതാരാമേ, നിനക്ക് എന്താടാ ചീഞ്ഞ മീൻ തിന്നണ്ട കാര്യം? ഇവിടെ ട്രെയിനിൽ നല്ല ഫ്രഷ് മീൻ ഉണ്ടല്ലോ. ഞാൻ നിന്നെ ഫ്രഷ് മീൻ തീറ്റിക്കും. എന്നാ പിടിച്ചോ. ഉണക്കമീൻ, എനിക്ക് ഉണക്കമീൻ വേണം. ഇവൻ സോംബിയായി കഴിഞ്ഞു മോട്ടു. ഇവനെ രക്ഷിക്കണം. ഉണക്കമീൻ. സീതാറാമ അവിടെ നിക്ക്. അത് മോട്ടുവാണ്, മീനല്ല. സീതാരാം, നീ ഫ്രഷ് മീൻ തിന്നോ. ഇന്നാ പിടി. മീന്. അവന്റെ വായ അടച്ചിട്ട് ഇവിടെ എവിടെങ്കിലും കെട്ടിയിടണം. എന്നാലേ അവൻ ആരെയും കടിക്കാതിരിക്കൂ. ഓക്കേ പത്ലു, വാ നമുക്ക് അവരെ കെട്ടിയിടാം. ഉണക്കമീൻ വേണം. ഞാനിതാ വരുന്നു. ഇന്നാ പിടിച്ചോ ഗസീതാറാം. അയ്യോ, എന്റെ ഗസീതാറാമ അവിടെ നിക്ക്. എനിക്ക് ഉണക്കമീൻ വേണം. എടാ, നിന്റെ ഈ മീൻ തിന്നുന്ന പൊതു കാരണം ഞങ്ങളിവിടെ ഇടികൊണ്ട് ചമ്മന്തിയായിക്കൊണ്ടിരിക്കുക. പത്ലു, അവനെ വെറുതെ വിടണ്ട കേട്ടോ. നല്ല മുറുകെ പിടിച്ചോ പത്ലു, അവരെ വിടണ്ട കേട്ടോ. സീതാറാം, എനിക്ക് ഉണക്കമീൻ വേണം. വേഗം കെട്ടി ഇവനെ. ഇപ്പൊ തന്നെ വേണം. ഇപ്പോഴാണ് ഇവനൊന്ന് കൺട്രോളിൽ വന്നത്. നിന്റെ വായൊന്ന് അടക്കടാ. പത്ലു, നമുക്ക് എത്രയും പെട്ടെന്ന് കമൽപൂർ സീ സൈഡിലേക്ക് എത്തിയേ പറ്റൂ. ഡോക്ടർ ഛട്ക, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഘസീട്ടാരാമിന് വേണ്ടി ആന്റിഡോട്ട് തയ്യാറാക്കൂ. ഞാൻ എഞ്ചിൻ ഡ്രൈവറിനോട് പോയി പറയാം പറ്റുന്നത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ. രണ്ട് ഭാഗത്തും സോംബിയാണ് മോട്ടു. നീ ഇഞ്ചൻ വരയ്ക്കും എങ്ങനെയാ പോവുക? എനിക്ക് നന്നായി അറിയാം എഞ്ചിനിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്. Watch India's largest kids library only on Jio Hotstar. Download the app now.